വളരെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. പല ആളുകളെയും കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും കാണാനൊക്കെ ഇടയായതുകൊണ്ട് കുറെ നാളുകൾ വിദേശത്തൊക്കെ ആയിട്ട് അവസാനം വീട്ടിൽ വന്ന ഒരു ആളിന്റെ ഒരു മനോഭാവത്തിലാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. ഇവിടെ എത്രയോ വട്ടം വന്നിരിക്കുന്നു ഈ പ്രിയ ഭവനം. ഒട്ടേറെ ഓർമ്മകളുണ്ട്. അതൊന്നും പങ്കുവെക്കാനുള്ള സമയമല്ല ഇതെന്ന് എനിക്കറിയാം. ഇത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ക്രിസ്തീയ ലോകം ആ നിലയിൽ ദുഃഖവെള്ളി എന്ന് പറഞ്ഞ് ആചരിക്കുന്ന ഒരു ദിവസമാണ്. എന്നാൽ സായിപ്പ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് അത് പറഞ്ഞു. സായിപ്പ് എന്താ പറഞ്ഞത്? ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞു. സത്യത്തിൽ ഇത് യേശു മരിച്ചത് ഒരു ദുഃഖത്തിൻ്റെതല്ല, മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് കാര്യങ്ങൾ വ്യത്യാസമായത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ദിവസമാണ്. ഞങ്ങൾ വന്ന വഴിക്ക് ഞാൻ കാണുകയായിരുന്നു എത്രയോ പേര് ക്രൂശും ഒക്കെ ചുമന്ന് തടിക്കുരിശും ഒക്കെ എടുത്ത് സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ക്രൂശിന്റെ വഴി എന്നൊരു കാര്യം, അത് പണ്ടൊക്കെ ഉച്ച കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അതിന്റെ ധാരണ. ഇപ്പൊ പകല് രാവിലെ 10 മണി 9 മണിയൊക്കെ ആയപ്പോൾ തന്നെ വഴിയിലൊക്കെ ഉടനീളം നമ്മൾ കാണാനിടയായി. പ്രിയപ്പെട്ടവര്, ഞാനിങ്ങനെ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തിനെയാണ് അനുസ്മരിക്കുന്നത്? 2000 വർഷം മുമ്പ് യേശു ക്രൂശെടുത്ത് ഗോൽഗോഥയിലേക്ക് കടന്നു പോയതിനെയാണ് ഇവരനുസ്മരിക്കുന്നത്. 3 ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച കർത്താവ് ആ നിലയിൽ മരിച്ചു, അടക്കപ്പെട്ടു, പിന്നെ ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെയാണല്ലോ പാരമ്പര്യമൊക്കെ അങ്ങനെയാണല്ലോ പറയുന്നത്. ദുഃഖവെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ക്രൂശൊക്കെ എടുത്ത് ഈ പാട്ടുമൊക്കെ പാടി ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ അവരുടെ മനസ്സിലൂടെ എന്താ പോകുന്നത്? യേശു ഗോൽഗോഥയിലേക്ക് ഇങ്ങനെ നടന്നു പോയതിനെയാണ് ഓർപ്പിക്കുന്നത്. നമ്മൾ വേർപെട്ട വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാണാവുന്ന വലിയ പരിപാടികളൊന്നുമില്ല. നമ്മളെന്താ പറയുന്നത്? എല്ലാം നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ വിശ്വാസം അതല്ലേ പ്രധാനം. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ഞാനിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഇവര് ആലോചിക്കുന്നത് 2000 വർഷം മുമ്പ് യേശു ആ യെരുശലേമിന്റെ തെരുവീഥികളിലൂടെ നടന്ന് ഗോൽഗോഥയിലേക്ക് ഇങ്ങനെ പോകുന്നതിനെ ഓർത്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഞാനും വണ്ടിയിലിരുന്ന് ഞാൻ അല്പനേരം എൻ്റെ ആ നിലയിലുള്ള ഇമാജിനേഷന്റെ ഭാവനയില് ഞാനും ഓർത്ത്, ഞാൻ 2000 വർഷം മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഇങ്ങനെ ഇതിന് ദൃക്സാക്ഷിയാകുമായിരുന്നു. യെരുശലേമിലോ മറ്റോ ആയിരുന്നു ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നതെങ്കിൽ യേശു ഇങ്ങനെ ക്രൂശെടുത്ത് പോകുന്നതൊക്കെ നേരിട്ട് കാണാനൊക്കെ കഴിഞ്ഞേനേമായിരുന്നു എന്ന് വെറുതെ ഇരുന്ന് ചിന്തിച്ചു. അപ്പൊ പെട്ടെന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു. നീ അന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ റോൾ എന്തായിരുന്നു അവിടെ? എന്ന് വെച്ചാൽ അന്ന് അവിടെ ആ ദുഃഖവെള്ളിയുമായി ബന്ധപ്പെട്ട് പല ആളുകൾ പല കാര്യങ്ങൾ നടത്തി. ഇതിൻ്റെ അകത്ത് ആരോടാണ് എനിക്ക് താതാത്മ്യപ്പെടാൻ ഒക്കുന്നത്? പീലാത്തോസിനോട് എനിക്ക് താതാത്മ്യപ്പെടാൻ ഒക്കുമോ? ഇല്ല. പീലാത്തോസ് റോമൻ സർക്കാരിന്റെ ആളാണ്. നമുക്ക് അങ്ങനെയുള്ള ഔദ്യോഗിക സ്ഥാനമൊന്നുമില്ല. പിന്നെ യേശുവിന്റെ ശിഷ്യൻ പത്രോസിനെ ഒന്നും 7 അയലത്തൊന്നും കണ്ടില്ല. ഇവർ പേടിച്ചെങ്ങാണ്ടോ പോയിരിക്കുകയായിരിക്കാം. ഏതായാലും ആ ശിഷ്യന്മാരൊന്നും ആരും കൂടെ കണ്ടില്ല. അപ്പൊ ഒരു ശിഷ്യന്റെ നോട് താതാത്മ്യപ്പെടാനും പറ്റുകയില്ല. ഇവനെ ക്രൂശിക്ക എന്ന് നിലവിളിക്കുന്ന പരീശരോ സദൂക്യരോ അവരോടാണോ എനിക്ക് താതാത്മ്യപ്പെടാൻ ഒക്കുന്നത്? തീർച്ചയായിട്ടും എനിക്ക് താതാത്മ്യപ്പെടാൻ ഒക്കുകയില്ല. ഞാനെന്ന് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കണേ. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് സഭയിലെ വർഷങ്ങളായിട്ട് പോകുന്ന പ്രിയപ്പെട്ടവർ, നമ്മൾ അന്ന് 2000 വർഷം മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് ഏത് കഥാപാത്രത്തോടാണ് താതാത്മ്യപ്പെടാൻ കഴിയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ ഒക്കുമോ? ചോദിക്കുന്നത് ഞാൻ തന്നെ, മറുപടി പറയുന്നത് ഞാൻ തന്നെ. ഞാൻ ഒരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഞാൻ വായിക്കുന്നു. അവിടെ നമുക്കൊരു കഥാപാത്രത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് ഒരു പക്ഷേ താതാത്മ്യപ്പെടാൻ പറ്റുന്ന ആ ക്രൂശിന്റെ വഴിയിലെ ഒരു കഥാപാത്രം അതായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം
23-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം ഞാൻ ഇങ്ങനെ വായിക്കുന്നു. അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശിമോൻ എന്നൊരു കുറേനക്കാരനെ അവർ പിടിച്ചു, ക്രൂശ് ചുമപ്പിച്ചു, യേശുവിൻ്റെ പിന്നാലെ നടക്കുമാറാക്കി. നോക്കുക, ഒരു കഥാപാത്രം ആരാണ്? അദ്ദേഹത്തിൻ്റെ പേര് മാത്രമല്ല, അദ്ദേഹം ഏത് നാട്ടുകാരനാണെന്നും പറയുന്നുണ്ട്. എവിടുത്തുകാരൻ? ആര്? കുറേനക്കാരനായ ശിമോൻ. ആദ്യം പുള്ളിക്ക് താല്പര്യമൊന്നുമില്ലായിരുന്നു, യേശുവുമായിട്ട് ബന്ധമൊന്നുമില്ലായിരുന്നു. പക്ഷെ യാദൃച്ഛിക ഈ ക്രൂശ് ചുമക്കാനുള്ള ദൗത്യം അദ്ദേഹത്തിന്റെ മേൽ വന്നു. അദ്ദേഹം ആ ക്രൂശ് ചുമന്ന് യേശുവിന്റെ പിന്നാലെ പോയി. പിന്നീട് അദ്ദേഹത്തിന്റെ ചരിത്രം വ്യത്യാസപ്പെടും. ഈ ദുഃഖവെള്ളിയിൽ എനിക്ക് തോന്നുന്നു നമുക്ക് താതാത്മ്യപ്പെടാവുന്ന ഒരു കഥാപാത്രം ഈ കുറേനക്കാരനായ ശിമോൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് പലരും നമുക്കങ്ങോട്ട് ചേർന്ന് വരുന്നില്ല. എന്നാൽ ഈ കുറേനക്കാരനായ ശിമോനെ നമുക്ക് ആ നിലയിലൊന്ന് നോക്കിയാലോ? നോക്കുക, ഈ ശിമോന്റെ കാര്യം മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താ? അവർ പോകുമ്പോൾ, ഏതാണ്ട് ലൂക്കോസ് പറഞ്ഞതുപോലെ തന്നെയാണ്, അവർ പോകുമ്പോൾ ശിമോൻ എന്ന് പേരുള്ള കുറേനക്കാരനെ കണ്ടു, അവന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. മർക്കോസിന്റെ സുവിശേഷം 15-21 ഈ കാര്യം പറയുന്നുണ്ട്. അപ്പോ മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സുവിശേഷകന്മാർ ആരെക്കുറിച്ച് പറയുന്നുണ്ട്? കുറേനക്കാരനായ ശിമോൻ എന്നൊരാളെ ഒരു വാക്യത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ആ ഒരൊറ്റ വാക്യം ഒരു പാരഗ്രാഫായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. കാര്യം അത്രയേ ഉള്ളൂ, പുള്ളിയെ കുറിച്ച് അത്രയേ അവിടെ പറയുന്നുള്ളൂ. നോക്കുക, ഈ യോഹന്നാനോ, മത്തായി, മർക്കോസും ലൂക്കോസും പറയുന്നുണ്ട്. യോഹന്നാൻ ഈ കുറേനക്കാരനായ ശിമോനെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കൊള്ളാവുന്ന ഒരാളായിട്ട് കരുതി കാണുകയില്ല. ഏതായാലും ശിമോന്റെ പേര് പറയുന്നില്ല. പിന്നെന്താ യോഹന്നാൻ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ക്രൂശ് ചുമന്നത് യേശു ആണെന്ന് മാത്രമാണ് പറയുന്നത്. അവർ യേശുവിനെ കയ്യേറ്റു. അവൻ തൻ്റെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അപ്പൊ മത്തായി പറയുന്നുണ്ട്, പോയ വഴിക്ക് ആരെ കിട്ടി? കുറേനക്കാരനായ ശിമോനെ കിട്ടി. കുറേനക്കാരനായ ശിമോൻ ക്രൂശ് എടുത്തു എന്ന് പറയുന്നുണ്ട്. മർക്കോസ് പറയുന്നുണ്ട് കുറേനക്കാരനായ ശിമോൻ ക്രൂശ് എടുത്തു എന്ന് പറയുന്നുണ്ട്. ലൂക്കോസ് പറയുന്നുണ്ട്. എന്നാൽ യോഹന്നാൻ എന്തോ പറയുന്നു? ഈ കുറേനക്കാരനായ ശിമോനെ ഈ ചരിത്രത്തിൽ അദ്ദേഹം കാണുന്നില്ല, യേശു ക്രൂശ് എടുത്തു പോയി എന്നാണ് അവിടെ രേഖപ്പെടുന്നത്. ഇത് രണ്ടും ശരിയാണ്. യോഹന്നാൻ പറയുന്നതും ബാക്കി സുവിശേഷകന്മാർ പറയുന്നതും ശരിയാണ്. എന്താ സംഭവിച്ചത്? ആ ദിവസം ഗോൽഗോഥയിലേക്ക് പോകാനായിട്ട് പോകുമ്പോ യേശു തന്നെയാണ് ആദ്യം എന്ത് ചെയ്തത്? ക്രൂശ് വഹിച്ചുകൊണ്ട് പോയത്. അതായിരുന്നു റോമക്കാരുടെ അന്നത്തെ രീതി. ഒരാളെ ക്രൂശ് മരണത്തിന് വിധിച്ചാൽ ആ ക്രൂശ് മരണത്തിന് വിധിക്കപ്പെട്ട ആള് തന്നെ, കുറ്റവാളി തന്നെ എന്ത് വേണം? അവനെ ക്രൂശിക്കാനുള്ള ആ ക്രൂശും എടുത്തുകൊണ്ട് നടക്കണം. ഇതായിരുന്നു അന്നത്തെ രീതി. അതുകൊണ്ട് തീർച്ചയായിട്ടും യോഹന്നാന്റെ സുവിശേഷം 19-17 പറയുന്നത് പോലെ യേശുവാണ് ക്രൂശ് എടുത്ത് ഗോൽഗോഥയിലേക്ക് നടന്നത്. അങ്ങനെ നടന്നു പോകുമ്പോ ഇതാ പെട്ടെന്ന് വേറൊരു കഥാപാത്രം, കുറേനക്കാരനായ ശിമോൻ എന്നൊരാൾ വരുന്നു. അദ്ദേഹം തുടർന്ന് ക്രൂശ് എടുക്കുന്നു. ഈ ആൾ എവിടുന്ന് വന്നു? ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താ? ഇദ്ദേഹം അതിനുശേഷം എന്ത് ചെയ്തു? ഈ ഒരു കാര്യം നമുക്ക് ഈ കുറേനക്കാരനായ ശിമോനെ ഇന്നത്തെ ഈ ദിവസത്തിന്റെ ദുഃഖ വെള്ളിയാഴ്ചയുടെ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മളോട് താതാത്മ്യപ്പെടുത്തി ഒന്ന് ചിന്തിച്ചാലോ എന്ന് ഞാൻ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചു. പ്രിയപ്പെട്ടവര്, നിങ്ങൾക്ക് സമ്മതമാണോ? ഒരൊറ്റ കഥാപാത്രം വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കുറേനക്കാരനായ ശിമോൻ എന്ന് പറയുമ്പോൾ, കുറേന എന്ന് പറയുന്നത് എന്താ? ചിലർ വിചാരിച്ചേക്കുന്നത്
ഇദ്ദേഹം ആ യെരുശലേംകാരനായിരുന്നു എന്നാണ് വിചാരിച്ചേക്കുന്നത്. അതിന് കാരണം എന്താ? അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശീമോൻ എന്നൊരു കുറേനക്കാരനെ പിടിച്ചു. വയലില് യെരുശലേംകാരനായ ഒരാളാണ്. അയാള് വയലിൽ ഏതാണ്ട് പണിയൊക്കെ നടത്താൻ പോയിരിക്കുകയായിരുന്നു. വയലിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവര് പിടിച്ച് ക്രൂശ് ഏൽപ്പിച്ചു. അപ്പൊ അവിടുത്തുകാരനാണ്, വയലിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ചിലർ അങ്ങനെ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ വയലിൽ നിന്ന് എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് സത്യത്തിൽ എന്താണ്? കമ്മിങ് ഫ്രം ദ കൺട്രി, വേറെ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് വന്നു എന്നുള്ള അർത്ഥത്തിലേ ഉള്ളൂ. വയലെന്നല്ല. നമ്മള് കരുതുന്ന നെൽപ്പാടത്തു നിന്നോ ഗോതമ്പ് പാടത്തു നിന്നോ പണി കഴിഞ്ഞ് വന്ന ഒരാൾ, അയാൾ ഈ ക്രൂശിന്റെ വഴിയിൽ ഒരാളെ ഇങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടുകൊണ്ട് എന്നാ ഇച്ചിരി നേരം അത് കണ്ടു നിന്ന് കളയാം എന്ന് പറഞ്ഞ് നിന്നതല്ല. മറിച്ച് എവിടെ ഉള്ള ആളാണ്? കുറേനയിൽ നിന്ന് വന്ന ഒരാളാണ്. ആട്ടെ, എവിടെയാണ് ഈ കുറേന? നമുക്ക് വേഗത്തിൽ ഈ കാര്യങ്ങൾ നമ്മളെ ചിന്തിച്ചു പോകുമ്പോൾ, കുറേന എന്ന് പറയുന്ന ആ സ്ഥലം മലയാളത്തിലെ മിഷണറിമാർ അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അവർ കുറച്ച് സ്വാതന്ത്ര്യം എടുത്ത് നമ്മുടേതായ ഒരു രീതിയിലാണ് അത് എൻ്റെ പ്രൊനൗൺസിയേഷൻ കൊടുത്തേക്കുന്നത്. കുറേന എന്നൊക്കെയാണ്. സെറീൻ എന്നോ മറ്റോ ആണ് ഇംഗ്ലീഷിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലം. ഈ സ്ഥലം എവിടെയാണ് പ്രിയമുള്ളവരെ? വടക്കേ ആഫ്രിക്ക. നിങ്ങൾ അന്നത്തെ ആഫ്രിക്കയുടെ ആ ഒരു ചിത്രം മനസ്സിൽ കാണുക. ആ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വടക്കൻ ഭാഗം, ഉത്തരഭാഗത്ത് നമുക്ക് ഇന്നും പരിചയമുള്ള ഒരു സ്ഥലമുണ്ട്. ഏതാണ്? ലിബിയ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഈ ലിബിയയാണ് എന്ത്? കുറേന. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? ഇനി നാളെ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ കുറേന എവിടാന്ന് ചോദിച്ചാൽ എന്താ പറഞ്ഞേക്കണം? ഓ അങ്കിളെ, അത് ലിബിയയാ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പോഴും ലിബിയയിലൊക്കെ ജോലിക്കൊക്കെ പോകുന്ന ആളുകളുണ്ടല്ലോ. ഈ ലിബിയ എന്ന് പറയുന്നത് അന്നത്തെ ആ കുറേന ഭാഗത്തെ 2 പ്രധാന പട്ടണങ്ങളിൽ ഒന്നായിരുന്നു. അങ്ങനെയുള്ള ആ ലിബിയൻ ഭാഗത്ത് നിന്ന് വന്ന ഒരാളാണ് ഈ ശിമോൻ. ഓക്കെ, അപ്പൊ കുറേന എന്നതിൽ നിന്ന് നമുക്ക് അത്രയും പിടികിട്ടി. എന്തിനാണ് ഇദ്ദേഹം ഇവിടെ വന്നത്? നമ്മൾ അന്നത്തെ ആ പശ്ചാത്തലം, ചരിത്രം നോക്കുമ്പോൾ യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ധാരാളമായിട്ട് പാർത്തിരുന്ന ഒരു സ്ഥലമാണ് ഈ ഉത്തരാഫ്രിക്കയിലെ ലിബിയ, ആ പ്രദേശം, കുറേന ആ പ്രദേശം. ബൈബിളിലെ പലയിടത്ത് ഈ കുറേനയെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചില ഭാഗങ്ങൾ പിന്നീട് വായിക്കാം. പ്രിയപ്പെട്ടവരെ, അപ്പോ ഈ കുറേന എന്ന് പറയുന്ന ലിബിയൻ ഭാഗത്ത് നിന്ന് വന്ന ഒരാൾ, ഇദ്ദേഹം എന്തിനിവിടെ വന്നു? ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹത്തെക്കുറിച്ച് പാരമ്പര്യം 2 വ്യത്യസ്ത കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇദ്ദേഹം എന്താണ്? ഇദ്ദേഹം തന്നെ ഒരു യഹൂദനായിട്ട് ജനിച്ച ആളാണ്. ആര്? ഈ ശിമോൻ എന്ന് പറയുന്നു എന്ന ഒരു പാരമ്പര്യം പറയുന്നു. എന്നാൽ മറ്റു ചിലർ പറയുന്നു ഇദ്ദേഹം എന്തല്ല, ഒരു യഹൂദനായിട്ട് ജനിച്ച ആളല്ല, ശരിക്ക് പറഞ്ഞാൽ ആഫ്രിക്കയിലെ കറുത്ത വർഗക്കാരിൽ ഒരുവനാണ്. ആഫ്രിക്കയിലെ ഇന്ന് നമ്മൾക്കറിയാവുന്ന കറുത്ത വർഗക്കാരില്ലേ, അതിലെ ഒരാളാണ്. പക്ഷെ ഇദ്ദേഹം എന്തായി മാറി? ഈ യഹൂദരൊക്കെ അവിടെ വന്ന് താമസിച്ച് അവരുമായുള്ള സംസർഗത്തിൽ ഇദ്ദേഹം ഒരു യഹൂദ മതാനുസാരിയായി മാറി. യഹൂദ മതം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായി മാറി. രണ്ടായാലും നമുക്ക് ഇദ്ദേഹത്തെ എന്ത് പറയാം? ഇദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? കുറേനക്കാരനാണ്, ലിബിയക്കാരനാണ്. ഇദ്ദേഹത്തിന്റെ മതം എന്താണ്? യഹൂദ മതം എന്ന് പറയാം. എങ്ങനെയായാലും അത് അഡോപ്റ്റ് ചെയ്യുന്നതായാലും ജനിച്ചതായാലും അദ്ദേഹം യഹൂദനാണ്. ഇദ്ദേഹം എന്തിന് ഈ പെരുന്നാൾ നടക്കുന്ന ഈ സമയത്ത് ഇദ്ദേഹം എന്തിന് ഇവിടെ വന്നു? തീർച്ചയായിട്ടും ലോകത്തിന്റെ ഏത് കോണിലുമുള്ള യഹൂദന്റെ അന്നത്തെ ഏറ്റവും വലിയ സ്വപ്നം എന്താ? എനിക്ക് യെരുശലേമിൽ പോകണം. യെരുശലേമിൽ അന്ന് എന്തുണ്ട്? ഈ ദേവാലയമുണ്ട്. ദേവാലയത്തിൽ ആ പെരുന്നാളിന്റെ ദിവസം പോയി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഏത് ദൂരദേശങ്ങളിൽ കഴിയുന്ന യഹൂദന്റെയും അല്ലെങ്കിൽ യഹൂദ മതാനുസാരിയുടെയും ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഈ കുറേനക്കാരനായ ശിമോൻ കുറേനയിൽ നിന്ന് ഇവിടെ വന്നത് എന്തിനാ?
ഏതാണ്ട് ലിബിയയിൽ നിന്ന് ഇവിടെ ഈ യെരുശലേമിൽ എത്തണമെങ്കിൽ ഏറെക്കുറെ 1000 കിലോമീറ്ററുകൾ ദൂരമുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു മനുഷ്യൻ എന്തിനാ ഇവിടെ വന്നത്? തീർച്ചയായിട്ടും അയാളെ ശരിയായ ഒരു യഹൂദ മതാനുസാരി തന്നെയാണ്. അദ്ദേഹത്തിന് എത്രയോ നാളായിട്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള ഒരു താല്പര്യമായിരിക്കും, എന്ത്, എനിക്ക് പെരുന്നാളിനൊന്ന് പോകണം, പോകണമെന്ന് തന്നെയല്ല, അവിടെ ചെന്ന് ദേവാലയത്തിന്, നമ്മുടെ ദേവാലയം അവിടെ ചെന്ന് ദൈവത്തെ ആരാധിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത്. പക്ഷെ അത് എളുപ്പമല്ല. എത്ര ദൂരം പോകണം? 1000 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ, പ്രത്യേകിച്ചും വടക്കേ ആഫ്രിക്കയുടെ ഭൂമിശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒരു മരുഭൂമിയാണ് ഒത്തിരി നീണ്ടു കിടക്കുന്നത്. ഈ മരുഭൂമിയിലൂടെ നടന്നോ അല്ലെങ്കിൽ കഴുതപ്പുറത്തോ കുതിരപ്പുറത്തോ ഒക്കെ യാത്ര ചെയ്യാന്ന് വെച്ചാൽ വളരെ ക്ലേശകരമായ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. ഈ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്ര ചൂടും ഉഷ്ണവും ഒക്കെ സഹിച്ച് യാത്ര ചെയ്യണമെങ്കിൽ കുതിരയോ കഴുതയോ അങ്ങനെയുള്ളതിനെ വാടകയ്ക്ക് എടുക്കുകയോ ഒക്കെ വേണം. തീർച്ചയായിട്ടും വളരെ പണച്ചെലവുള്ള ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത് വളരെ റിസ്കിയായ ഒരു യാത്രയുമാണ്. പോകുന്ന വഴിക്ക് ആരുണ്ട്? കള്ളന്മാരുണ്ട്. കള്ളന്മാരിങ്ങനെ യെരുശലേമിലേക്ക് പോകുന്ന തീർത്ഥാടകരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടികൂടി അവരുടെ കയ്യിൽ നിന്നുള്ള പണം കൂടെ പിടിച്ചു വാങ്ങിച്ച് അവനെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ കൊന്ന് അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ഈ പറഞ്ഞ പോലെ നിയമവും ഒന്നും ഇത്രയും കർശനമായിട്ട് പാലിക്കാൻ ഒക്കുന്ന ഒരു കാലഘട്ടമല്ല. ഉത്തര ആഫ്രിക്ക അത് കഴിഞ്ഞ് ഈ പാലസ്തീന്റെ മണ്ണിലേക്ക് വരുന്നു. അപ്പൊ ചുരുക്കത്തിൽ ഒരു തീർത്ഥാടകൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇത്രയും ദൂരം വരണമെന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ കഷ്ടപ്പെട്ടുള്ള ഒരു കാര്യമാണ്. പല ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ പണച്ചെലവുള്ള ഒരു കാര്യമാണ്. ശാരീരിക ക്ലേശമുള്ള ഒന്നാണ്. ജീവഹാനി പോലും വരാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ദൗത്യമാണ് ഈ കുറേനക്കാരനായ ശിമോൻ ഏറ്റെടുത്തതെന്ന് വേണം നമ്മൾ ഈ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ ചിന്തിക്കാൻ. നിങ്ങൾ ചോദിക്കും, വേറെ ഇതൊക്കെ എവിടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നു എന്ന് ചോദിക്കരുത്. ഞാനിത് ചരിത്രവും ഭൂമിശാസ്ത്രവും ആ കാലഘട്ടത്തിനെ കുറിച്ചുള്ള അറിവും എല്ലാം കൂടെ വെച്ച് പൊതുവെ വേദപണ്ഡിതന്മാര് പറയുന്ന ആ ചിന്തകളാണ് നമ്മൾ ഈ ശിമോനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഇതേ ആധാരമാക്കാനുള്ളൂ. ബൈബിളിൽ ഇദ്ദേഹത്തെ കുറിച്ച് എന്താ 3, 4, 5 വാക്യങ്ങൾ മാത്രമേ ആകെപ്പാടെ ഉള്ളൂ. അതിൽ നിന്ന് നമുക്കൊരു ജീവചരിത്രം മുഴുവൻ സംക്ഷേപിച്ചെടുക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ആ കാലഘട്ടത്തിന്റെ ചരിത്രവും അന്നത്തെ കുറിച്ച് പറയുന്ന പാരമ്പര്യത്തിലെ ചിന്തകളും ഒക്കെ കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത് എന്നൊരു മുൻകൂർ ജാമ്യം ആദ്യം തന്നെ എടുക്കുന്നു. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? ഇദ്ദേഹം ലിബിയക്കാരൻ, ഏകദേശം 1000ഓളം കിലോമീറ്റർ. ഇത് ഈ മരുഭൂമിയിലൂടെയുള്ള നടപ്പ് മാത്രമല്ല, അതല്ലാതെ കടൽ വഴിയായിട്ട് അന്ന് യാത്ര ചെയ്ത് വരാം. പക്ഷെ അതും വളരെ പണച്ചെലവുള്ള ഒരു കാര്യമാണ്. ഇദ്ദേഹം എങ്ങനെയാണ്, കടൽ മാർഗമാണോ, ഈ പറഞ്ഞ പോലെ മരുഭൂമിയിലൂടെ 1000ഓളം കിലോമീറ്റർ യാത്ര ചെയ്താണോ ഇവിടെ എത്തിയത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും യേശുവിനെ ക്രൂശിക്കുന്ന ആ പ്രത്യേക വർഷം, ആ പ്രത്യേക സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു? കുറേനയിൽ ഇരുന്ന് 1000 കിലോമീറ്റർ അകലെ ഇരുന്ന ആളുണ്ട് യെരുശലേമിന്റെ തെരുവീതിയിൽ വന്ന് നിൽക്കുന്നു എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഈ നിലയിൽ നമുക്ക് ആ പശ്ചാത്തലം ഒന്ന് ചിന്തിക്കാം. ഇദ്ദേഹം തീർച്ചയായിട്ടും എന്തിനു വന്നതാണ്? തൻ്റെ വിശ്വാസമനുസരിച്ച് ആ യഹൂദന്മാരുടെ ദേവാലയത്തില് പെരുന്നാൾ കൂടാനും ആ നിലയിൽ ആരാധിക്കാനും ഒക്കെ വന്നയാളാണ്. വന്ന് അവിടെ നടന്നപ്പോ തെരുവീതിയിൽ അന്ന് പതിവില്ലാത്തവണ്ണം ആളുകളെല്ലാം, ആൾക്കൂട്ടമൊക്കെ. എന്നിട്ട് എന്തോ ഒരു വലിയ പ്രൊസഷൻ ഇങ്ങനെ വരുന്നു. എന്താ ഇത്? ഇതൊന്ന് കണ്ടുകളയാം എന്ന് വെച്ച് ശിമോനും കൂടെ എന്ത് ചെയ്തു? ആ ആൾക്കൂട്ടത്തിനിടയിൽ റോഡരികിൽ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? റോമൻ പടയാളികള് ഒരാളുടെ മേലെ ക്രൂശും ചുമത്തി അവനെ നടത്തിക്കൊണ്ട് മെല്ലെ മെല്ലെ വരുന്ന ഒരു കാര്യമാണ്.
അപ്പോൾ ചോദിച്ചപ്പം പറയുന്നു, എന്താ ഇവനെ ഗോൽഗോഥയിൽ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോവുക. അപ്പോൾ കുറേനക്കാരനായ ശിമോൻ അടുത്ത് നിന്ന് ആളുകളോട് ചോദിച്ചു കാണും, ആരാ ഇത്, എന്താ സംഭവം? അപ്പൊ അവര് കേട്ടിട്ടില്ലേ, നാസറായനായ യേശു എന്നൊരുവനുണ്ട്, അവന് നമ്മുടെ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് നമുക്ക് ആകെപ്പാടെ ഒരു ദൈവമേ ഉള്ളൂ, പക്ഷെ ഇവൻ എന്തോ ചെയ്തു, ഇവൻ ദൈവപുത്രനാണെന്നൊക്കെ അവകാശപ്പെട്ടു. അങ്ങനെയുള്ളവനെ ഭൂമിക്ക് മേളിൽ വെച്ചുകൊണ്ടിരിക്കാമോ? നമ്മുടെ ആളുകളെല്ലാം കൂടിയാണ്ട് അവനെ ക്രൂശ് ഏൽപ്പിച്ചു. ഇപ്പൊ അവനെ കൊണ്ടുപോയി ക്രൂശിക്കാൻ പോവുക. അത്ര ഗംഭീരമായ ഒരു പരിപാടിയാണ് നടക്കുന്നത്. കണ്ണു തുറന്ന് കണ്ടു, അവിടെ നിന്നു എന്ന് ഈ ശിമോനോട് പറഞ്ഞിട്ടുണ്ടാവും. ശിമോൻ എന്ന അടക്കി പിടിച്ച എന്താ ഈ കാര്യങ്ങള് എന്ന് മനസ്സിലാക്കാനുള്ള താല്പര്യത്തോടെ ആൾക്കൂട്ടത്തിൽ ഒരുവനായിട്ട് അവിടെ നിൽക്കുന്നു. നമ്മൾ വന്നുണ്ടായിരുന്നെങ്കിൽ ഇതിൽ കവിഞ്ഞ സ്ഥാനമൊന്നും നമുക്കന്ന് അവിടെ കിട്ടുമായിരുന്നില്ല. നമ്മൾ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ ഈ നിലയിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ഇതെല്ലാം കാണാനായിട്ട് അവിടെ റോഡരികിൽ നിൽക്കുകയായിരിക്കും. ഇങ്ങനെ നിൽക്കുമ്പോൾ തുടർന്ന് എന്ത് സംഭവിച്ചു? നടത്തിക്കൊണ്ട് വരികയാണ്. യേശുവിനെ ഇങ്ങനെ നടത്തിക്കൊണ്ട് വരുമ്പോൾ നോക്കുക, അത് യേശുവിനെ നടത്തിക്കൊണ്ട് വരുന്ന യോഹന്നാന്റെ സുവിശേഷം 19:17 അനുസരിച്ച് യേശു തന്നെയാണ് ക്രൂശ് എടുത്തിരിക്കുന്നത്. അതുപോലെ ആ ഒരു ജാഥ ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ മുൻപില് ഒരു പട്ടാളക്കാരൻ ഇതിനെ കുറിച്ചുള്ള ഒരു 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 ബാനറും പിടിച്ചോണ്ട്, നമുക്ക് ഇന്നത്തെ രീതി അനുസരിച്ച് പറയാം, ഒരു ബാനറും പിടിച്ചോണ്ട് ഒരാൾ നിൽക്കുക. ആ ബാനറിൽ എന്താ എഴുതിയിരിക്കുന്നത്? ബൈബിളിൽ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19:19 ആ ബാനറിൽ എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അതിലെന്താ പറഞ്ഞേക്കുന്നത്? നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ്. അപ്പോ അത് പീലാത്തോസ് ആ നിലയിലൊക്കെ പറഞ്ഞപ്പോ തന്നെ, അല്ലെങ്കിൽ ഈ നിലയില് റോമൻ ഭരണാധികാരികൾ ആ നിലയില് യഹൂദന്മാരുടെ രാജാവ് എന്ന് ഇങ്ങനെ ഒരു മേലെഴുത്ത് എന്ന് വെച്ചപ്പോ തന്നെ വലിയ യഹൂദന്മാരൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്തു. അങ്ങനാണോ? യഹൂദന്മാരുടെ രാജാവെന്നാണോ? യഹൂദന്മാരുടെ രാജാവെന്ന് ഇവൻ അവകാശപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരായോ എന്നൊക്കെ ചോദിച്ചതാണ്. പക്ഷെ ഞാൻ എഴുതി എന്ന് അദ്ദേഹം പറഞ്ഞ് അതങ്ങനെ തന്നെ രേഖപ്പെടുത്തി. അപ്പോ അങ്ങനെ ഒരു ബാനറും പിടിച്ച ഒരു പട്ടാളക്കാരൻ മുൻപിൽ നടക്കുകയാണ്. ശിമോനപ്പോ ഇതെല്ലാം വായിക്കുക. ഏതാ? യഹൂദന്മാരുടെ രാജാവ്. അത് ശരി. ജീവിതത്തിൽ ഇതേവരെ യേശുവിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. കാര്യം ഇദ്ദേഹം ഇത്രയും കിലോമീറ്റർ അകലെയുള്ള ഒരാളാണ്. ഇവിടെ വന്നു, ഇതിന് ദൃക്സാക്ഷിയാകുന്നു. അപ്പോൾ പതുക്കെ കാര്യങ്ങൾ മനസ്സിലായി വരുമ്പോ അദ്ദേഹം എന്ത് ചെയ്തു? യഹൂദന്മാരുടെ രാജാവ് ഇതാരാണ് എന്ന് കാണാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഈ ക്രൂശിൻ ചുമന്നു വന്ന യേശു ഏതാണ്ട് ശിമോൻ നിന്ന് ആ ഭാഗത്ത് വന്നപ്പോൾ ക്രൂശുമായിട്ട് ഒരു പക്ഷേ മുൻപിലേക്ക് വീണു. എന്താ കാര്യം? നമുക്കറിയാം, ഒട്ടേറെ കാര്യങ്ങളിലൂടെ യേശു കടന്നുപോയി. തലേന്ന് മുതൽ ഇന്ന് വരെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ പറയില്ലേ, നമ്മുടെ ഒരു പ്രയോഗം കടമെടുത്ത് പറഞ്ഞാൽ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അന്നത്തെ ആ നിലയിലുള്ള പീഡനങ്ങള്, അതിൻ്റെതായിട്ടുള്ള ശരീരത്തിലുള്ള ക്ലേശങ്ങള് തനിക്ക് അതുണ്ട്. തൻ്റെ ജീവിതത്തില് ഇങ്ങനെ ഈ നിലയില് ഭക്ഷണമില്ല, അതുപോലെ തന്നെ എന്തും ഉണ്ടായില്ല. തലേ രാത്രിയിൽ ഉറക്കവുമില്ല, ഭക്ഷണവുമില്ല, ശാരീരിക പീഡനങ്ങള്, ഈ ക്രൂശിന്റെ ഭാരം, ഇതുമൊക്കെയായിട്ട് യേശു ഇങ്ങനെ നടന്നു വരിക. പ്രിയപ്പെട്ടവരെ ഓർക്കണേ, എന്തിനാ യേശു ഇത് ചെയ്തത്? നമ്മളെ രക്ഷിപ്പാൻ നമുക്ക് തുല്യനായി ദൈവത്വത്തിന്റെ എല്ലാ അവകാശങ്ങളും സ്വർഗത്തിൽ ഉരിഞ്ഞു വെച്ചിട്ട് നമ്മളെ പോലെ ഒരു മനുഷ്യനായപ്പോൾ യേശുവിനും എന്തുണ്ട്? ക്ഷീണമുണ്ട്. നമുക്കറിയാം, യേശുവിന് വിശന്നു എന്ന് പറഞ്ഞപ്പോൾ വിശപ്പുണ്ട്, അവന് ദാഹിച്ചു എന്ന് പറഞ്ഞപ്പോൾ ദാഹമുണ്ട്, അവന് നിദ്ര. ഈ കാര്യങ്ങളെല്ലാം, മാനുഷികമായ ഈ പരിമിതികളെല്ലാം ആർക്കും ഉണ്ടായിരുന്നു? യേശുവിനും ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടി? സഹോദര സഹോദരി, എന്നെയും നിന്നെയും സ്നേഹിച്ച്. അല്ലെങ്കിൽ ദൈവത്തിന് ഈ നിലയിൽ ഒരു മനുഷ്യനായിട്ട് എല്ലാത്തിലും നമുക്ക് തുല്യനായിട്ട് രൂപപ്പെടേണ്ട കാര്യമുണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. നമ്മളെ സ്നേഹിച്ചിട്ടാണ് അങ്ങനെ വന്നത്. ആട്ടെ, നമുക്ക് കഥയിലേക്ക് മടങ്ങി വരാം. എന്താ
ഇങ്ങനെ ഈ ഭാരങ്ങളെല്ലാം, ഉറക്കമില്ലായ്മ, ഭക്ഷണമില്ലായ്മ, വെള്ളം കുടിച്ചിട്ടില്ല, ശാരീരിക ക്ഷീണം, ചാട്ടവാറടി, ഇതിന്റെ എല്ലാം ക്ഷീണങ്ങൾ കൊണ്ട് ഈ വലിയ ഭാരമുള്ള മരക്കുരിശുമേന്തി വരുമ്പോൾ ഏതാണ്ട് ഈ ശീമോൻ കാണാനായിട്ട് നിൽക്കുന്ന റോഡരികിന്റെ ആ ഭാഗത്തെത്തിയപ്പോൾ കൃത്യം യേശു എന്താ ഇതുമായിട്ട് വീഴുന്നു. ഉടനെ തന്നെ ഈ ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്. ആരാണ് അദ്ദേഹം? റോമൻ ശതാധിപനായിരിക്കാം, നമുക്ക് ചിന്തിക്കാം. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഈ കുറ്റവാളിയെ അവിടെ കൊണ്ടുവന്ന് ക്രൂശിക്കണം. അത്രയും ചെയ്താലേ അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഡ്യൂട്ടി ഭംഗിയായിട്ട് ചെയ്തു തീർക്കാനായിട്ട് ഒക്കുള്ളൂ. അപ്പൊ ഈ ക്രൂശുമായിട്ട് ഈ ചെറുപ്പക്കാരൻ 33 വയസ്സുള്ളവൻ ഭക്ഷണവും കഴിക്കാതെ ഉറക്കവും ഇല്ലാതെ ഇതാ കിടക്കുന്നു. എങ്ങനെയാ ഇനി ഇത് എടുത്തുകൊണ്ട് പോകുന്നത്? വേണമെങ്കിൽ ഈ റോമൻ ശതാധിപന് 1-2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെന്താ, തന്റെ കീഴിലുള്ള ഒരു പട്ടാളക്കാരനോട് പറയാം, എടാ നീ എന്താ ചെയ്യേ, ഇവനെ കൊണ്ട് ഒക്കുകയില്ല, നമുക്ക് ഈ ക്രൂശ് നീ ഒന്ന് എടുത്തു എന്നൊരു പട്ടാളക്കാരനെ ആ ദൗത്യം ഏൽപ്പിക്കാം. പക്ഷെ ഈ റോമൻ ശതാധിപന് അത് തോന്നിയില്ല. എന്തുകൊണ്ട് തോന്നിയില്ല? ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം കുറ്റവാളിയുടെ ഒരു ക്രൂശ് എടുക്കാൻ പറയുന്നത് അവനൊരു നാണക്കേടാണ്. അവന് താല്പര്യമില്ല. തന്റെ കൂടുള്ള പട്ടാളക്കാരുടെയൊക്കെ കയ്യടി കിട്ടാനാണ് ശതാധിപന് താല്പര്യം. അതുകൊണ്ട് ഒരു പട്ടാളക്കാരനെ കൊണ്ട് ക്രൂശ് എടുപ്പിക്കാനായിട്ട് താൻ താല്പര്യപ്പെട്ടില്ല. പിന്നെ കാഴ്ച കാണാൻ നിൽക്കുന്ന കൂട്ടത്തിൽ നോക്കിയപ്പോൾ എല്ലാ യഹൂദന്മാരോ ഇവനെ ക്രൂശിക്ക എന്നെല്ലാം ഉച്ചത്തില് ശബ്ദം മുഴക്കുന്ന ആളുകളുണ്ട്. അതിലൊരാളെ വിളിച്ച് നീ ഈ ക്രൂശ് ഒന്നെടുത്ത് അവിടം വരെ കൊണ്ടുപോവാ എന്ന് പറയാമായിരുന്നു. പക്ഷെ ഈ റോമൻ ശതാധിപൻ അതിനും തുനിഞ്ഞില്ല. എന്തുകൊണ്ട്? യഹൂദനെ സംബന്ധിച്ചിടത്തോളം ക്രൂശ് എടുക്കുക എന്ന് പറയുമ്പം അതിൻ്റെ അകത്തൊരു 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇത് വളരെ മോശമായ ഒരു ജോലിയാണ്. കാര്യം ക്രൂശ് എടുക്കുന്നത് ആരാ വേണം ക്രൂശ് എടുക്കാൻ? ക്രൂശിക്കപ്പെടുന്ന ആളാണ് ക്രൂശ് എടുക്കേണ്ടത്. താന് ഒരു നല്ല കുടുംബത്തിൽ പിറന്ന ഒരു യഹൂദൻ ക്രൂശ് എടുത്തുകൊണ്ട് ഈ തെരുവീതിയിലൂടെ നടന്നാൽ ലോകമെല്ലാം തന്നെ ജീവിതകാലം മുഴുവൻ എന്തോ പറയും, അതുകൊണ്ട് പോകുന്നു ക്രൂശ് എടുത്തവൻ എന്ന് തനിക്കും തൻ്റെ മക്കളും കൊച്ചുമക്കൾക്കും എല്ലാം പേരാകും. അതുകൊണ്ട് ഇത്തരം മോശപ്പെട്ട ഒരു ജോലി ചെയ്യാൻ ഒരു യഹൂദനും സ്വാഭാവികമായിട്ട് താല്പര്യമില്ല. റോമൻ ശതാധിപന് ഈ കാര്യവും അറിയാം. അദ്ദേഹം അവിടെ ജീവിക്കുന്ന ആളാണല്ലോ. രണ്ടാമത് വേറൊരു കാര്യമുണ്ട്, ഇതിനേക്കാളും ഗൗരവമുള്ള മറ്റൊരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ക്രൂശിൽ തൊട്ടാൽ അവൻ അശുദ്ധനാകും എന്നാണ് യഹൂദ സങ്കല്പം. അശുദ്ധനായ ഒരാളിന് എന്താ അന്ന് പെസഹായിൽ പങ്കെടുക്കാനായിട്ട് കഴിയുകയില്ല. പെസഹ പെരുന്നാളാണ് തൊട്ട് മുമ്പേ വരുന്നത്. അതിൽ പങ്കെടുക്കാനാണ് ഉള്ള യഹൂദരുടെ മുഴുവൻ താല്പര്യം. അതിനായിട്ട് പോകുന്ന വഴിക്കാണ്, ദേവാലയത്തിലേക്ക് പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു കാര്യം വരുന്നത് കാണാൻ അവിടെ നിന്നു എന്നൊരു തെറ്റല്ലാതെ വേറൊരു തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള താൻ ഈ ക്രൂശെ കയറി പിടിച്ചാൽ എന്തോ പറ്റും? തനിക്ക് ഈ പെരുന്നാളിൽ പങ്കെടുക്കാൻ ഒക്കുകയില്ല, താൻ അശുദ്ധനായി പോകും. പിന്നെ അതിന് ശുദ്ധി വരുത്താനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തൊക്കെ വരാനായിട്ട് ഏതായാലും ഇത്തവണത്തെ പെസഹയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോകും. അങ്ങനെ 2 കാര്യങ്ങൾ കൊണ്ട് ഒരു യഹൂദന് ഇതിന് താല്പര്യമില്ല. എന്നാൽ ഇങ്ങനെ ഈ പശ്ചാത്തലമൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് ഇദ്ദേഹം നോക്കിയപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കറുത്ത നിറമുള്ള ഒരാൾ അവിടെ നിൽക്കുന്നു. ഉടനെ അവന് വിളിച്ചു, നീ വാ, നീ ഈ ക്രൂശ് എടുക്ക. അവനും ഈ പ്രശ്നമുണ്ട്, ഈ ശിമോനും ഈ പ്രശ്നമുണ്ട്. അവനാരാ? അവൻ യഹൂദനാ. അവനും ഈ ക്രൂശെ തൊട്ടാൽ എന്ത് പറ്റും? പെരുന്നാളിൽ പങ്കെടുക്കാൻ ഒക്കുകയില്ല. ഈ പെരുന്നാളിൽ പങ്കെടുക്കാനാണ് 1000 കിലോമീറ്ററോളം യാത്ര ചെയ്ത് കുറേനയിൽ നിന്ന് ഈ ദൂരമെല്ലാം സഞ്ചരിച്ചു വന്നത്. അവസാനം ഇതാ തന്റെ സ്വപ്നങ്ങളെല്ലാം അതിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്നത് പോലെ റോമൻ ശതാധിപന്റെ ഒരു ആജ്ഞ, നീ വന്ന് ക്രൂശ് എടുക്ക. ശതാധിപൻ പറയുമ്പോൾ പിന്നെ എടുക്കാതിരിക്കാൻ ഒക്കുകയില്ല, പോയി പണി നോക്കാന്ന് പറയാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ഇദ്ദേഹം സ്വന്തം വിധിയെയൊക്കെ ശപിച്ചുകൊണ്ടാവും ഒടുവില് ഈ ക്രൂശ് എടുക്കുന്നു. ശരി, നമുക്ക് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാം. ഈ ക്രൂശുമായിട്ടുള്ള ഇനിയുള്ള നടപ്പ് എങ്ങനെയെങ്കിലും ഗോൽഗോഥയിൽ വേഗം എത്തുക എന്നല്ല. അന്നത്തെ രീതി അനുസരിച്ച്
ഈ കുറ്റവാളിയെ എത്രയും ചുറ്റി നടത്തണം. ഇതാണ് അവിടുത്തെ രീതി. കാര്യം വഴിയിലുള്ളവരെല്ലാം കാണണം ഇവനെ ക്രൂശിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഗോൽഗോഥയിലേക്ക് നേരെയുള്ള വഴിയുണ്ടെങ്കിൽ അങ്ങനെയല്ല. കഴിയുന്നിടത്തോളം എല്ലാ പ്രധാന വഴിയിലൂടെയും ഈ കുറ്റവാളിയെ ക്രൂശുമായിട്ട് ഇങ്ങനെ പോയി പോയി എല്ലാവരുടെയും ശകാരവും ആ നിലയിലുള്ള ദൂഷണങ്ങളും ഒക്കെ ഇവന്റെ മേൽ വീഴണം. അതാണ് അവിടുത്തെ രീതി. അതുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഈ ദൂരമെല്ലാം ആര് പോകുന്നു? ഈ കുറേനക്കാരനായ ശിമോൻ ആ ക്രൂശുമെടുത്ത് മെല്ലെ മെല്ലെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഇവൻ ഒരിക്കലും സ്വാഭാവികമായി താല്പര്യമുള്ള ഒരു കാര്യമല്ല എന്ന് തന്നല്ല, അവന്റെ സ്വപ്നങ്ങൾ മുഴുവൻ തകർന്നു വീണു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? നമ്മള് വിശ്വാസത്തിലേക്ക് വന്ന ഒരു രംഗം ഓർക്കുക. ചില രംഗത്ത് നമ്മളെന്താ, നമുക്ക് എന്തെങ്കിലും ഒരു താല്പര്യപ്പെട്ട് വന്നവരുണ്ടോ? ചിലരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ താല്പര്യത്തിലല്ല, പെട്ടെന്നൊരു അവരുടെ സ്വപ്നങ്ങളെല്ലാം ആ നിലയിൽ നിലംപരിചാകുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി. ലോകം ഒരുപക്ഷെ കുറച്ച് കാണുന്ന ചില അനുഭവങ്ങളിലൂടെ കടന്നുപോയി. അങ്ങനെയാകാം ഒരുപക്ഷെ നമ്മളിൽ ചിലര് ഈ കർത്താവിന്റെ ക്രൂശ് വഹിക്കാനിടയായത്. അങ്ങനെയാണെങ്കിൽ സഹോദര സഹോദരി, നിന്റെ ധൈര്യത്തിന് വേണ്ടി പറയട്ടെ, നീ ഒറ്റയ്ക്കല്ല, നിനക്ക് മുമ്പ് ആരുണ്ട്? കുറേനക്കാരനായ ശിമോനും ഇങ്ങനെയായിരുന്നു. അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല, അവനെ നിർബന്ധിച്ച് ക്രൂശ് ഏൽപ്പിക്കുകയായിരുന്നു. അവൻ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിച്ചു? പിന്നെയും ചില ചില വാക്യങ്ങൾ നോക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം 27-28 വാക്യങ്ങൾ നോക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 23-ന്റെ 27-28 വാക്യങ്ങൾ. അവിടെ യേശു മുൻപില് ഇങ്ങനെ നടക്കുന്നു. പുറകെ ആര് നടക്കുന്നു? കുറേനക്കാരനായ ശിമോൻ പിന്നാലെ ക്രൂശ് എടുത്തുകൊണ്ട് നടക്കുന്നു. പുറകെ വേറെ ആരുമുണ്ട്? ചില സ്ത്രീകളുണ്ട്. അവര് കരഞ്ഞും നിലവിളിച്ചും ഈ കർത്താവിനോടുള്ള സഹതാപത്തോടെയും അവനെ കുറിച്ചുള്ള വിലാപങ്ങളും ഒക്കെ ആയിട്ട് പിന്നാലെ നടക്കുന്നു. ആ സമയത്ത് ലൂക്കോസ് 23-ന്റെ 27-28 വാക്യങ്ങൾ നോക്കുക. അനേക സ്ത്രീകളും അവന്റെ പിന്നാലെ നടക്കുക. യേശു തിരിഞ്ഞു നോക്കി എന്നിട്ട് പറയുന്നു, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീനെന്ന് പറയുന്നു. ഒരു പക്ഷേ ഈ കുറേനക്കാരനായ ശിമോൻ യേശുവിന്റെ മുഖം നേരിട്ട് നല്ലതുപോലെ ഒന്ന് കണ്ട ഒരു രംഗം ഇതായിരിക്കും. കാരണം എന്താ? ശതാധിപൻ പറഞ്ഞു ക്രൂശ് എടുക്കെന്ന് പറഞ്ഞു, ക്രൂശ് എടുക്കുന്നു. അപ്പൊ യേശു എവിടാ? മുമ്പില. യേശു മുമ്പിൽ നടന്നു പോകുന്നു, ഇവൻ പുറകെ നടക്കുന്നു. പക്ഷെ ഈ സ്ത്രീകളെല്ലാം കരഞ്ഞപ്പം യേശു എന്ത് ചെയ്തെന്ന് ലൂക്കോസ് 23, 27, 28 പറയുന്നു. യേശു തിരിഞ്ഞു നോക്കി, പുറകോട്ട് നോക്കിയപ്പം പുറകിൽ ക്രൂശെടുത്ത് നിൽക്കുന്ന ശിമോന് യേശുവിന്റെ മുഖത്തിന്റെ ഒരു ദൃശ്യം കാണാനായിട്ടിടയായി. നോക്കുമ്പോൾ ആ മുഖം എങ്ങനെയാ? തലയിൽ ഒരു മുൾക്കിരീടമുണ്ട്. ഈ തിരിഞ്ഞു നോക്കിയ ചെറുപ്പക്കാരന് തലയിൽ ഒരു മുൾക്കിരീടമുണ്ട്. ആ മുൾക്കിരീടത്തിലൂടെ രക്തം ധാരധാരയായിട്ട് ഒഴുകുന്നുണ്ട്. അല്ലെങ്കിൽ മുഖത്ത് ഒക്കെ ഈ പീഡനങ്ങളുടെ ഒക്കെ ബാക്കി പത്രം നമുക്ക് കാണാം. എങ്കിലും ആ മുഖത്ത് കണ്ട ധൈര്യവും സമാധാനവും ശിമോന് വേറൊരിടത്തും ഒരിക്കലും കണ്ടിട്ടുണ്ടാവുകയില്ല. ശിമോൻ നോക്കിയപ്പോ ഇത് വ്യത്യസ്തനായ ഒരാളെ പോലെ തോന്നുന്നു. മാത്രമല്ല അവന്റെ വാക്കുകള് അവൻ കടന്നു പോകുന്ന പീഡനങ്ങളെ കുറിച്ച് ഒരു വാക്കുപോലും പറയുന്നില്ല. ഞാൻ എന്തെല്ലാം കഷ്ടപ്പെട്ട്, നമ്മൾ ചിലപ്പോൾ പറയില്ലേ വീടുകളിലൊക്കെ സഹോദരന്മാര്, എന്തെല്ലാം പാടുപെട്ട് അധ്വാനിച്ച് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട്. അങ്ങനെയൊന്നും യേശു പറഞ്ഞില്ല. തന്റെ കഷ്ടപ്പാട് താൻ കാണുന്നില്ല. താൻ അപ്പോഴും ഈ കരയുന്ന സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് അവരെ ആശ്വസിപ്പിക്കുകയും അവരെ ധൈര്യപ്പെടുത്തുകയും അവിടെയും ദൈവത്തിൻ്റെതായ ആ നിലയിലുള്ള ആ പ്രവർത്തന വിധത്തിലേക്ക് വിരലി ചൂണ്ടുകയും ഒക്കെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ തീർച്ചയായിട്ടും ആരെ ആകർഷിച്ച് കാണും? ശിമോനെ ആകർഷിച്ച് കാണും. ഇത് തീർത്തും വ്യത്യസ്തമായ ഒന്നാണ്. അപ്പൊ അതുവരെ അവൻ ഒരുപക്ഷെ തന്നെ ശപിച്ചുകൊണ്ടാണ് ക്രൂശ് ചുമന്ന് വന്നതെങ്കിൽ ഈ രംഗം മുതൽ അവന്റെ
ആറ്റിറ്റ്യൂഡിനൊരു മാറ്റം വന്നിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ പറയുന്നതാണ്, പക്ഷെ ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കാൻ കഴിയുള്ളൂ. അവന് തുടർന്ന് ഗോൽഗോഥ വരെ വളരെ സന്തോഷത്തോടെ ഇത് കൊണ്ടുപോയി. അവിടെ ചെന്ന് യേശുവിനെ ക്രൂശിച്ചപ്പോൾ അവൻ ആ ക്രൂശിനടുത്ത് നിന്ന് അവിടെ നടന്ന കാര്യങ്ങൾ കണ്ടിരിക്കും. ക്രൂശില് യേശുവിനെ ക്രൂശിക്കുമ്പോൾ ഒരിക്കലും ഒരു സ്വയസഹതാപത്തിന്റെ വാക്കില്ല. ആകെ ഉള്ളത് പിതാവിനോടുള്ള നിലവിളിയാണ്. ഏതാ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അങ്ങനെ ഒരു കാര്യമേ ഒഴികെ ബാക്കി മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകള് ഒക്കെയായിട്ട് ഈ കാര്യങ്ങൾ ഒടുവിൽ അത് അവസാനിക്കുന്നത് എങ്ങനെയാ? ആ ക്രൂശിലെ 7 മൊഴികൾ അവസാനിക്കുന്നത് എങ്ങനെയാണ്? പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരത്തിൽ ഏൽപ്പിക്കുന്നു. എത്ര ധൈര്യം! ഇത് തീർച്ചയായിട്ടും ഒരു കുറ്റവാളിക്ക് ഈ നിലയിൽ ഈ മരണത്തെ നേരിട്ട് കാണുന്ന ഒരു നിമിഷത്തിൽ ഇങ്ങനൊന്നും പറയാൻ ഒക്കുകയില്ല. തീർച്ചയായിട്ടും ഇവൻ ദൈവപുത്രനാണ് എന്നൊരു ബോധ്യം ഈ ദൃശ്യങ്ങൾ നേരിൽ കണ്ടുകൊണ്ടിരുന്ന ശീമോന്റെ ഹൃദയത്തിൽ വീണിട്ടുണ്ടാവും. തുടർന്ന് ശീമോന്റെ കഥകൾ എങ്ങനെയാണ്? ശീമോനെ കുറിച്ച് നമ്മൾ പിന്നീട് എന്താ കാണുന്നത്? ശീമോൻ തീർച്ചയായിട്ടും ധൃതി വെച്ച് തിരിച്ച് ഏതായാലും ദേവാലയത്തിൽ പോകാൻ ഒക്കുകയില്ല. ഇനിയിപ്പം പെസഹ പെരുന്നാൾ കൂടാനും ഒക്കുകയില്ല. താന് ക്രൂശ് തൊട്ടവനാണ്, തനിക്ക് ഒക്കുകയില്ല. പക്ഷെ അതിനേക്കാൾ വലിയൊരു അവസരം തനിക്ക് കിട്ടി. ഈ ലോകത്ത് വന്ന ദൈവപുത്രന് വേണ്ടി ക്രൂശ് എടുക്കാൻ ഒരു അവസരം കിട്ടി എന്നൊക്കെ ഉള്ളത്. അപ്പോഴും പല സംശയങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്, ഒരു വ്യക്തതയില്ല. കാര്യം യേശു 3.5 വർഷം പ്രസംഗിച്ചതൊന്നും ഇവൻ കേട്ടിട്ടില്ല. ഇവൻ വേറൊരു നാട്ടിലായിരുന്നു എന്ന് വേണം നമുക്ക് ഊഹിക്കാൻ. പക്ഷേ ഈ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് യേശുവിന്റെ ഈ അന്തിമ മൊഴികളും ഒക്കെ കേട്ടപ്പോ, ഒരു ദൈവപുത്രനാണെങ്കിൽ, ലോകത്തിന്റെ പാപത്തിന് വേണ്ടി വന്നതാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നൊരു ബോധ്യം പതുക്കെ പതുക്കെ ശീമോന്റെ ഹൃദയത്തിലേക്ക് വരികയാണ്. ശീമോന് ധൃതി വെച്ച് തിരിച്ച് കുറേനയ്ക്ക് പോയിട്ടില്ല എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. ആ ശീമോൻ എന്ത് ചെയ്തു? അവിടെ തന്നെ നിന്ന് യേശുവിന്റെ മരണത്തിന് ശേഷം യേശു എന്തായിരുന്നു ഇന്നുള്ളതിനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ചിലരിൽ നിന്ന് യേശു പറഞ്ഞ പ്രസംഗങ്ങളുടെയൊക്കെ സംക്ഷിപ്ത കാര്യങ്ങളൊക്കെ താനെ മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടടാ ഒരു സുപ്രഭാതത്തിൽ ഇടുത്തി പോലൊരു വാർത്ത. എന്താ? ഈ ശിഷ്യന്മാരെല്ലാം കൂടെ യേശുവിന്റെ ശരീരം അവിടുന്ന് മോഷ്ടിച്ചോണ്ട് പോയി. ഉടനെ ശിമോനും അവിടെയുള്ള ഒരാളെന്നുള്ള നിലയിൽ, ഈ യേശുവിന്റെ ചരിത്രത്തിൽ താല്പര്യം ഉണ്ടായ ഒരാളെന്നുള്ള നിലയിൽ, യേശുവിന്റെ ക്രൂശ് ചുമന്ന ഒരാളെന്നുള്ള നിലയിൽ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ താനും ഓടിപ്പോയിരിക്കാം. ഇല്ലേ? ഇങ്ങനെ ഓടിപ്പോയെന്നൊന്നും ബൈബിളിൽ പറയുന്നില്ല. 2ഓ 3ഓ വാക്യത്തിൽ ഇദ്ദേഹത്തിന്റെ മുഴുവൻ ജീവചരിത്രവും സംക്ഷേപിച്ചിരിക്കുന്നു. എങ്കിലും നമുക്ക് അങ്ങനെ ഊഹിക്കാം. എന്ത് താന് മനസ്സിലാക്കിയിരിക്കും? ശരിക്കും അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു, അല്ലാതെ ഇവര് പറയുന്നത് പോലെയല്ല. അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനെയാണ്? തുടർന്ന് പിന്നെയും അദ്ദേഹം യെരൂശലേമിൽ നിൽക്കുമ്പോൾ ഇതാ പെന്തക്കോസ്ത് നാള് വരുന്നു. പെന്തക്കോസ്ത് നാള് വരുമ്പോ അവിടെ ഈ കാര്യങ്ങള് കേട്ടിട്ട് ആളുകൾ ഓടിക്കൂടിയ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. അവിടെ ആ ഓടിക്കൂടിയവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് നോക്കുക. ആ ഓടിക്കൂടിയവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? കുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിൽ പാർക്കുന്നവരും യഹൂദരും യഹൂദ മതാനുസാരികളുമാണ് ഈ പെന്തക്കോസ്ത് നാളിലെ ഈ ഒച്ചയും ബഹളവും കേട്ട് ഈ പത്രോസിന്റെ പ്രസംഗം കേൾക്കാൻ അവിടെ കൂടിയത് എന്നവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ വെറുതെ ഒരു ഭാവന വെറുതെ പറയുകയല്ല. ഇവിടെ ഇതാ നോക്കിയ കൃത്യമായിട്ട് അപ്പോസ്തലപ്രവൃത്തി 2:10 പറയുന്നുണ്ട്. അവിടെ ഈ പത്രോസിന്റെ പ്രസംഗം കേൾക്കാൻ ഓടിക്കൂടിയ കൂട്ടത്തിൽ ആരുണ്ട്? കുറേന്യയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങൾ പാർക്കുന്നവരും യഹൂദരും യഹൂദ മതാനുസാരികളും. ഇത് ആർക്ക് ബാധകമായി? ഈ വിശേഷണങ്ങളൊക്കെ ആർക്ക് പ്രസക്തമാണ്? നമ്മുടെ കുറേനക്കാരനായ ശിമോന് പ്രസക്തം. അപ്പോ ഈ പെന്തക്കോസ്ത് നാളിൽ അവിടെ കൂടി ഈ പത്രോസിന്റെ പ്രസംഗം കേട്ട കൂട്ടത്തിലും ഒരു പക്ഷേ ഈ കുറേനക്കാരനായ ശിമോൻ ഉണ്ടായിരിക്കാം. നമ്മള് ഇവിടെ മാത്രമല്ല, അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം 9-ാമത്തെ വാക്യം നോക്കുക. അവിടെയും ഈ യെരൂശലേമില് പെന്തക്കോസ്ത് സഭ രൂപപ്പെടുന്ന രംഗങ്ങളിലൊക്കെ
കുറേനക്കാരായ പലരും അവിടെ വന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 6:9, അപ്പോസ്തല പ്രവൃത്തി 11:20, അപ്പോസ്തല പ്രവൃത്തി 13:1, അവിടെയൊക്കെ കുറേനയുടെ കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. നമുക്ക് അതൊന്നും എടുത്ത് വായിക്കാൻ സമയമില്ല, സമയം കടന്നു പോവുകയാണല്ലോ. അപ്പോ നമുക്കിങ്ങനെ ഊഹിക്കാം, ഈ കുറേനക്കാരനായ ശിമോൻ എന്തുണ്ട്, അവിടെ കുറച്ച് ദിവസം നിന്ന് ഈ കാര്യങ്ങളൊക്കെ യഥാർത്ഥമാണെന്ന് മനസ്സിലാക്കി അവനും താനെ ക്രൂശ് ചുമന്നുകൊണ്ട് വന്നപ്പോൾ അവൻ യേശുവിന്റെ ഒരു അനുയായി ആയില്ല. പക്ഷേ ഇപ്പോഴവൻ എന്തായി തീർന്നു? ശരിക്കും യേശുവിന്റെ ഒരു അനുയായി ആയി തീർന്നു. അനുയായി ആയി തീർന്നെന്ന് എങ്ങനെ നമുക്ക് ഊഹിക്കാം? ബ്രദറെ, വെറുതെ ചുമ്മാ അവനെ പറയല്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിയും. നമുക്കൊരു വാക്യം നോക്കാം. മർക്കോസ് 15:21 വാക്യം, 15:21. അവിടെ ഈ കുറേനക്കാരനായ ശിമോൻ ക്രൂശ് ചുമന്നതിനെ മർക്കോസ് ഇങ്ങനെയാ പറയുന്നത്: അലക്സണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായ വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോനെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. അപ്പൊ മർക്കോസ് ഈ സുവിശേഷം എഴുതുന്ന ആ ക്രിസ്തീയത കുറച്ചുകൂടെ ശക്തിപ്പെട്ട ആ കാലഘട്ടത്തിൽ രണ്ടു പേരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതാരാ? അലക്സാണ്ടർ, റൂഫസ്. അവരുടെ അപ്പനാണ് ഈ ശിമോൻ എന്ന് പറയുന്നത്. എന്തിനാ ഈ പിള്ളേരുടെ പേര് പറഞ്ഞത്? പ്രിയപ്പെട്ടവര്, ഒരു വാക്യം കൂടെ നിങ്ങൾ നോക്കുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് നമുക്കൊരു വ്യക്തത കിട്ടും. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം. റോമർ 16:13. കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുകയും. പൗലോസ് റോമർക്ക് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഓരോരുത്തർക്ക് വന്ദനം പറയുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒരാൾക്ക് വന്ദനം പറയുക. ആരാ? കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസ്. ഈ റൂഫസ് ഏതാ? മർക്കോസ് 15:21 നമ്മൾ കണ്ട റൂഫസാ. കുറേനക്കാരനായ ശിമോന്റെ മകനാണ്. അദ്ദേഹം ഈ ക്രിസ്തീയ സഭയിലെ ഒരു പ്രധാന ആളായിരിക്കും. കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസ് എന്ന് പറയുന്നുണ്ടല്ലോ. അവിടെ നമ്മൾ കാണുന്നത് റോമർ 16:13 കാണുന്നത് റൂഫസിനെ വന്ദനം ചെയ്യുക, എന്നിട്ട് എനിക്കും അമ്മയായ അവന്റെ അമ്മയെ വന്ദനം ചെയ്യുക. ഈ സ്ത്രീ ആരാ? ശിമോന്റെ ഭാര്യ. ശിമോന്റെ ഭാര്യയെ കുറിച്ച് നമ്മൾ ഇതേവരെ ഒന്നും കേട്ടില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാനായിട്ട് കഴിയും. ഈ കുറേനക്കാരനായ ശിമോൻ യേശുവിന്റെ ക്രൂശ് മരണത്തിനും ഒക്കെ ദൃക്സാക്ഷിയായി ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി താന് ഒരു യഥാർത്ഥ ക്രിസ്തുവിന്റെ അനുയായി ആയി കഴിഞ്ഞപ്പോൾ താൻ എന്ത് ചെയ്തു? പിന്നീട് കുറേനക്കാരനായ ശിമോനെ കുറിച്ചുള്ള പാരമ്പര്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹം തിരിച്ച് തന്റെ കുറേന എന്ന് പറയുന്ന ലിബിയ പ്രദേശങ്ങളിൽ പോയി. അവിടെ ചെന്ന് സുവിശേഷം അറിയിച്ചു. താന് തൻ്റെ ഭാര്യയും കുട്ടികളെയും ഒക്കെ കൂട്ടി എവിടെ വന്നു? തിരിച്ച് ഈ യെരുശലേമിൽ വന്ന് താമസിക്കുന്നു. ഈ യാത്രയ്ക്കൊക്കെ ഇടയിൽ ഈ മക്കള് അലക്സാണ്ടറും റൂഫസും ഒക്കെ കർത്താവിനെ സ്വീകരിക്കുന്നു. തൻ്റെ ഭാര്യ, അവളും കർത്താവിനെ സ്വീകരിക്കുന്നു. ആ ഭാര്യയെക്കുറിച്ച് പൗലോസിനെ പോലെ വളരെ കൃത്യതയുള്ള ഒരാൾ എന്താ പറയുന്നത്? അത് റൂഫസിന്റെ മാത്രം അമ്മയല്ല, എൻ്റെ കൂടെ അമ്മയാണ്. ഈ പറഞ്ഞതുപോലെ ഈ മൃദുല പാവങ്ങളൊക്കെ തീരെ കുറവുള്ള ഒരാളാണ് പൗലോസ്. ആ പൗലോസ് വളരെ സ്നേഹത്തോടെ പറയുക, അവന്റെ അമ്മ മാത്രമല്ല, എൻ്റെ അമ്മയും കൂടെ എന്ന് പറയണമെങ്കിൽ ഈ സ്ത്രീ എത്ര നല്ലൊരു സ്ത്രീ ആയിരുന്നിരിക്കണം. എങ്ങനെയാണ് അവൾ അങ്ങനെ ആയിത്തീർന്നത്? തീർച്ചയായിട്ടും ഈ ശിമോനിൽ നിന്ന് ഈ ക്രിസ്തീയതയുടെ ചൈതന്യം അവൾക്ക് കിട്ടി. അവളും ഒരു ക്രിസ്ത്യാനിയായി മാറി. അവര് അവിടെ റോമില് അവിടെ താമസിക്കുന്നു. അവിടെ താമസിക്കുമ്പോൾ ഇതാ മകൻ റൂഫസ് എന്തായി തീർന്നു? അവിടുത്തെ സഭയിലെ പ്രധാനപ്പെട്ട ആളായി തീർന്നു. അലക്സാണ്ടറിനെ കുറിച്ച് പിന്നീട് അവിടെ നമ്മൾ കാണുന്നില്ല. എങ്കിലും ഈ ശിമോന്റെ ചരിത്രം, ഈ കുറേനക്കാരനായ ശിമോന്റെ ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. ആ ശിമോൻ കുറെ നാള് അവിടെയൊക്കെ ആയിരുന്നിട്ട് വീണ്ടും താനെ കർത്താവിന്റെ ആ സാക്ഷ്യവുമായിട്ട് താനെ പോവുകയും
താന് ഒടുവിൽ തനിക്ക് എന്ത് സംഭവിച്ചു? തന്നെ വാളുകൊണ്ട് അറുത്ത് രക്തസാക്ഷിയാക്കി എന്നാണ് പാരമ്പര്യം പറയുന്നത്. നോക്കുക, കുറേനക്കാരനായ ഒരു ശിമോൻ, എത്ര മനോഹരമായ ഒരു ജീവിതം. എങ്ങനെയായിരുന്നു തുടക്കം? ഈ ക്രിസ്തീയതയിൽ വല്ല താല്പര്യം ഉണ്ടായിരുന്നോ? ഒരു താല്പര്യവുമില്ലായിരുന്നു. വളരെ യാദൃച്ഛികമായിട്ട് യേശു ക്രൂശുമായിട്ട് വീണ ഭാഗത്ത് വന്ന് നിന്നു എന്ന് നമ്മളിപ്പോൾ പറയുമ്പോഴും അത് ആരുടെ ആരുടെ പദ്ധതിയാണ്? ദൈവത്തിന്റെ പദ്ധതിയാണ്. കൃത്യം അവിടെ വരുന്നു, വീഴുന്നു, ഇവനോട് ക്രൂശ് എടുക്കാൻ പറയുന്നു. അവൻ ക്രൂശ് എടുത്ത് പിന്നാലെ ചെല്ലുന്നു. അതിനെ തുടർന്ന് അവനൊരു ക്രിസ്ത്യാനിയായി മാറുന്നു. അവൻ കുടുംബമായിട്ട് ഇവിടെ വരുന്നു, കുഞ്ഞുങ്ങൾ ഈ വഴിക്ക് വരുന്നു, ഭാര്യ ഈ വഴിക്ക് വരുന്നു. പൗലോസിന് പോലും അമ്മയായി തീരത്തക്കവണ്ണം ക്രിസ്തീയതയുടെ മൂല്യങ്ങൾ ഹൃദയത്തിൽ സ്വാംശീകരിച്ച ഒരു സ്ത്രീയായി അവൾ മാറുന്നു. 3, 4, 5 വാക്യങ്ങളേ ഉള്ളൂ. പക്ഷേ ആ വാക്യങ്ങളിലൂടെ ഈ ശിമോന്റെ ജീവിതം നമ്മുടെ മുമ്പിൽ വെക്കുന്ന വെല്ലുവിളി എന്താണ്? പ്രിയ സഹോദര സഹോദരി, ഞാനും നീയും ഇന്ന് ക്രൂശെടുത്ത് നടന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ കാര്യം ഇന്നത്തെ പ്രോസ്പെരിറ്റി അല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നോക്കുക, റൂഫസിനെ കുറിച്ച് എന്താ പറയുന്നത്? റൂഫസ് കർത്താവിൽ പ്രസിദ്ധനാണ്. അങ്ങനെ ഒരു തലമുറയെ നൽകി. താൻ എന്ത് ചെയ്തു? താന് ഈർച്ചവാളാൽ അർഹപ്പെട്ട് അങ്ങനെ ഈ ക്രിസ്തീയതയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായി തൻ്റെ കുടുംബത്തെ ഈ വഴിയിൽ നിർത്തി. ഇതിൽ കവിഞ്ഞ് എന്താ ഭാഗ്യം വേണ്ടത്? സഹോദര സഹോദരി, നീയും ഞാനും കാലാകാലങ്ങളിൽ നമ്മുടെ ഒരു താല്പര്യത്തിലല്ല ഈ ക്രൂശ് എടുത്തത്. എങ്ങനെയൊക്കെയോ ചില സാഹചര്യങ്ങളിൽ അവിടെ ചെന്നു, അന്നേരം ഒരു പ്രസംഗം കേൾക്കാനിടയായി, അവിടെ ചെന്നു, ഒടുവില് ചുരുക്കത്തിൽ സഭയിലുമായി. എന്തോ പാടാ! അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ സഹോദര? ഇത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഇതിന്റെ പിന്നിലുള്ള അനുഗ്രഹങ്ങൾ കുറേനക്കാരനായ ശിമോന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ സ്വാംശീകരിക്കുക. ഈ സ്വാംശീകരിക്കുന്ന ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 2000 വർഷം മുമ്പ് ഈ ക്രൂശിന്റെ വഴി എന്ന് പറഞ്ഞ് ഇന്നിവർ ഈ നടത്തുന്ന ഇതേപോലെ ഒരു പരിപാടി യെരുശലേം നഗരത്തിൽ നടന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് എന്തുണ്ടായത്? യേശുവിന്റെ ക്രൂശ് വഹിപ്പാൻ സാധ്യതയുണ്ടായത്. നമുക്ക് നമ്മുടെ മുമ്പിൽ എന്തുണ്ട്? നമ്മുടെ മുമ്പിൽ ക്രൂശ് വഹിച്ചൊരു യാത്രയുണ്ട്. ആ യാത്ര അവിടെ എന്തൊക്കെയുണ്ട്? നമുക്ക് എപ്പോഴും പറയാറുള്ളതാണ്, ശിഷ്യത്വത്തിന്റെ ഒരു വഴിയാണ്, ക്രൂശിന്റെ ഒരു വഴിയാണ്. ആ വഴിയിൽ നമ്മള് നമ്മുടെ ബന്ധങ്ങളെക്കാൾ വലുത് കർത്താവാണെന്ന് കാണണം. നമ്മുടെ ബന്ധങ്ങളെക്കാൾ വലുത്, നമ്മുടെ പൊസഷൻസ്, നമ്മുടെ വസ്തുവകകളെക്കാൾ വലുത് കർത്താവാണെന്ന് കാണണം. നമ്മളെക്കാൾ വലുത്, നമ്മുടെ സ്വന്തം ഇഷ്ടത്തെക്കാൾ വലുത് കർത്താവാണെന്ന് കാണുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ഈ ശിഷ്യത്വത്തിന്റെ 3 പടികൾ പലവട്ടം ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. സഹോദര സഹോദരി, നമ്മൾ കർത്താവിന്റെ കാലത്ത് ജീവിക്കാൻ ഇട വന്നില്ലല്ലോ എന്ന് ആരും നിരാശപ്പെടണ്ട. ഇന്നത്തെ കാലത്ത് 21-ാം നൂറ്റാണ്ടിലെ കുറേനക്കാരനായ ശിമോനാകാൻ നിനക്കും എനിക്ക് കഴിയും. പ്രൊവൈഡർ നമ്മൾ ഈ ക്രൂശിന്റെ ചൈതന്യത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. യാദൃച്ഛികമല്ല ഇവിടെ വന്നത്, ദൈവം നമ്മോടൊപ്പം. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? ഞാൻ വരുന്നു ക്രൂശിങ്കൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, 2000 വർഷം മുമ്പ് കുറേനക്കാരനായ ശിമോൻ യാദൃച്ഛികം എന്ന് തോന്നുന്ന നിലയിൽ അവിടുത്തെ ക്രൂശ് വഹിപ്പാനിടയായതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. ഞങ്ങളും കർത്താവെ സ്വാഭാവികമായ താല്പര്യമുണ്ടായിരുന്നില്ല, എന്നാൽ യാദൃച്ഛികമെന്ന് പലപ്പോഴും പലരും വിശേഷിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾക്ക് ഈ ക്രൂശ് വഹിപ്പാനും അവിടുത്തെ ശിഷ്യരാകാനുമുള്ള ഭാഗ്യം തന്നല്ലോ. കർത്താവെ, ഇത് അവിടുത്തെ മുൻ നിയമനമാണ്. ലോക സ്ഥാപനത്തിന് മുമ്പേ അവിടുന്ന് ഞങ്ങളെ കണ്ടു, സ്നേഹിച്ചു, ഇതിനായിട്ട് തെരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് ആ കൃത്യസമയത്ത് ഞങ്ങൾക്ക് ഈ വഴിയിൽ വരാനിടയായത് എന്ന് ഞങ്ങളിപ്പോൾ അതിനെ തിരിച്ചറിയുന്നു. കർത്താവെ, ഞങ്ങളിപ്പോൾ ഈ ക്രൂശ് വഹിക്കുമ്പോൾ കർത്താവെ, അത് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഈ ക്രിസ്തീയതയുടെ വഴിയിൽ അത് അവരെ ഉത്സാഹിപ്പിക്കും. ഞങ്ങൾ വെറുതെയല്ല ഈ ക്രൂശ് വഹിക്കുന്നത് എന്ന വലിയ ധൈര്യവും സന്തോഷവും പ്രാഗൽഭ്യവും
ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നിരിക്കാല സ്തോത്രം. അതുകൊണ്ട് ഈ 21-ാം നൂറ്റാണ്ടിൽ ഞങ്ങളെ ആക്കിയിരിക്കുന്ന ഇടത്ത് സന്തോഷത്തോടെ കർത്താവേ, സന്തോഷത്തോടെ ഈ കുരിശ് വഹിപ്പാൻ തുടർന്നുള്ള നാളുകളിൽ ഞങ്ങളെ സഹായിക്കണേ കർത്താവ്. ഞങ്ങളെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാലെ ഞങ്ങളെ ഇതിനായിട്ട് കർത്താവ് ശക്തിപ്പെടുത്തി മുന്നോട്ട് നടത്തിയാട്ട്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം കർത്താവെ. ആലപ്പുഴയുള്ള സഭയ്ക്കായിട്ട് സ്തോത്രം. കായംകുളത്തുള്ള പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. കോഴഞ്ചേരിയിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഒന്നിച്ചു തന്ന ഈ നല്ല സമയത്തിനായിട്ട് നന്ദി കർത്താവെ. ഞങ്ങളുടെ മുമ്പിൽ ഇനി എത്ര നാളുകൾ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ കർത്താവെ. മുമ്പിലുള്ള നാളുകൾ ഈ ക്രൂശ് സന്തോഷത്തോടെ വഹിക്കുന്നവരാ ആ ശിമോനെ പോലെ അതിന്റെ എല്ലാ സാധ്യതകളും ദൈവമേ കൈയാളുവാൻ ഞങ്ങൾക്ക് എല്ലാ കൃപ തരണേ. ഞങ്ങളുടെ സഹോദരിമാർക്കായിട്ട് കുഞ്ഞുങ്ങൾക്കായിട്ട് ചെറുപ്പക്കാർക്കായിട്ട് സ്തോത്രം കർത്താവെ. അവിടുത്തെ വരവ് താമസിച്ചാൽ ഞങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ കുഞ്ഞുങ്ങളും കർത്താവിൽ പ്രസിദ്ധനായ റൂഫസ് എന്ന് പറയുന്നത് പോലെ ഈ സത്യങ്ങൾക്ക് വേണ്ടി കർത്താവെ നിൽപ്പാൻ, കർത്താവിൽ പ്രസിദ്ധരായി നിൽപ്പാൻ കർത്താവെ. ഈ ലോകത്തിൽ അവരിത്തിരി പ്രസിദ്ധരാകണമെന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കർത്താവിൽ പ്രസിദ്ധരായി അവർ നിൽപ്പാൻ ഒക്കെ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളെയും അവിടുത്തെ കുടുംബങ്ങളെയും അവിടുത്തെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.